മമ്മി ഇവിടെ വന്നിരിക്കുവാന്നോ? ഞാൻ കുറച്ചു നേരം വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. മമ്മി എന്താ ഇവിടെ വന്നിരിക്കുന്ന? കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുവോ? ഇത് കണ്ടോ, എന്റെ മദറിൻലോയാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് കാറ്റും കൊണ്ടോണ്ടിരിക്കുവാണെന്ന്. നമുക്ക് വിശേഷങ്ങൾ വയ്ക്കും. പണ്ടത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാമല്ലോ. മമ്മി പണ്ടത്തെ കാര്യമൊക്കെ പറയാം. എന്തെങ്കിലും മമ്മിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അച്ഛനില്ല, അമ്മ ഉണ്ട്. അച്ഛൻ അമ്മയുണ്ട്. ആങ്ങളെ ഇവിടെ വന്ന് നിൽക്കുന്നല്ലേ. അവൻ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അവനും പോകുന്നില്ല. അവനിപ്പോൾ ഇവിടെ തന്നെ ആണല്ലോ. മമ്മി കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം മമ്മിയുടെ വീട് വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവല്ല വേങ്ങൽ. ഞാനിപ്പോൾ ഈയിടെ ഒരു പിന്നെ ഇതിട്ടില്ലായിരുന്നോ, എന്താ ഒരു ബാപ്റ്റിസത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. മമ്മിയുടെ ബ്രദറിൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസത്തിനായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പം അതിൻ്റെ കാര്യം മമ്മി പറഞ്ഞു. മമ്മി വേങ്ങലിലായിരുന്നു. അപ്പം മമ്മിയുടെ പപ്പ പിന്നെ ക്ലിനിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മമ്മിയുടെ പപ്പ ആദ്യമേ ഇവിടെയായിരുന്നു, നമ്മുടെ വേങ്ങലിൽ തന്നെ ആയിരുന്നു ക്ലിനിക്ക്. അത് കഴിഞ്ഞപ്പം വയനാട് പോയി. അപ്പം മമ്മി കുടുംബസമേതം അങ്ങ് വയനാട് പോയി. അപ്പോൾ ഇവരെല്ലാവരും വയനാടായിരുന്നു. പിന്നെ മമ്മിയുടെ പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞപ്പം പിന്നെയും തിരിച്ച് വേങ്ങലിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മമ്മി കല്യാണം കഴിച്ചല്ലേ അമ്മ? നാട്ടിൽ ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണമൊക്കെ കഴിച്ചത്. പെട്ടെന്നൊരു ദിവസം വന്നു മമ്മിക്ക് നാണം വരുന്നത്. പെട്ടെന്നൊരു ദിവസം വന്ന കല്യാണമായിരുന്നു മമ്മി പതിയെ പറയുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നത്. അപ്പായ്ക്കൊക്കെ അച്ഛനൊക്കെ അറിയാവുന്നവരാ. ഇവിടെ ഞങ്ങളുടെ അപ്പച്ചനുണ്ടായിരുന്നപ്പോൾ അപ്പച്ചനൊക്കെ നേരത്തെ ഇവർക്കൊക്കെ അറിയാവുന്നവരാ. പിന്നെ ഇവിടെ വന്ന് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പയ്ക്ക് അച്ഛനെ വലിയ ഇഷ്ടമായി. അങ്ങനെ പെട്ടെന്ന് നടത്തുമായിരുന്നു. ഒരു ഫാമിലി മീൻസ് മമ്മി പറഞ്ഞത് കേട്ടോന്ന് അറിഞ്ഞൂടാ. മമ്മി പറഞ്ഞത് മമ്മിയുടെ ഫാമിലിയും ഇവിടുത്തെ ഫാമിലിയും എൻ്റെ ഇവിടുത്തെ ഫാമിലിയുമായിട്ട് നല്ല പരിചയമായിരുന്നു. അങ്ങനെ വന്ന കല്യാണമാണെന്ന്. അങ്ങനെയാണ് ഇത് ഒന്ന് ഒത്തിരി ആൾക്കാരാണ് ഇവർക്കൊക്കെ പണ്ടേ പരിചയമുള്ളവരായിരുന്നു. അങ്ങനെ വന്ന കല്യാണമാണെന്ന്. അപ്പം മമ്മിയുടെ പപ്പായ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേഗം കല്യാണം നടത്തിയെന്നാണ് മമ്മി പറഞ്ഞത്. ഓക്കെ, അതൊക്കെയാണ് മമ്മി പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, മമ്മി ഇവിടെ വന്നു കഴിഞ്ഞപ്പം മമ്മിക്ക് മദറിൻലോ ഇല്ലായിരുന്നു. കാരണം പപ്പാടെ മീൻസ് എൻ്റെ ഫാദറിൻലോടെ അമ്മ നേരത്തെ മരിച്ചു പോയായിരുന്നു. മമ്മി വരുമ്പം എൻ്റെ ഫാദറിൻലോടെ പപ്പ മാത്രമേ ഉള്ളായിരുന്നു. മീൻസ് മമ്മിയുടെ ഫാദറിൻലോ ഉണ്ടായിരുന്നു, മദറിൻലോ ഇല്ലായിരുന്നു. പിന്നെ മമ്മി ഇവിടെ വന്ന് കല്യാണം കഴിച്ച് വന്ന് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ പറ. ഞാനാ പറയുന്ന മൊത്തം. ഇവിടെ ഇളയൻ്റെ അച്ഛമ്മയുണ്ട്, റൂബിയുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട കല്യാണമൊക്കെ നടക്കും. മമ്മി വന്നു കഴിഞ്ഞിട്ടാണ് മറ്റ് 2 പെങ്ങന്മാരുടെയും കല്യാണം നടന്നതെന്നാണ് മമ്മി അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. മമ്മി അവിടോട്ട് നോക്കി പറ, ഇവിടോട്ട് നോക്കി പറ. മമ്മി കാര്യങ്ങൾ പറ, വിശേഷങ്ങൾ പറ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളതൊക്കെ പറ. ഞാനിങ്ങനെ വിശേഷം പറയാനറിയാം. എന്താടി പറയുന്നേ? മമ്മി പറയുന്ന മമ്മി എന്തോ വിശേഷം പറയാനാന്ന്. മമ്മിക്കൊരു മടി പറയാൻ. ഞങ്ങളുടെ ഒരു ആന്റിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു വൃത്തിയില്ല. ബാ ആന്റി, ഒരു വൃത്തിയുടെ ഇല്ല കേക്കും.